ഹായ് എല്ലാവർക്കും നമസ്കാരം. ഡയമണ്ട് മെമ്പേഴ്സിന് മാത്രമായിട്ടുള്ള നമ്മുടെ ടെക്നിക്കൽ സെഷൻ ആണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു ഹാഫ് ഡേ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ആരാന്നുള്ളത് നോക്കാം. എന്റെ പേര് ദീപക്, ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ബേക്കറി ബിസിനസ് ആണ്. ബേക്കറി ഫാസ്റ്റ് ഫുഡ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ അങ്ങനെയുള്ള ഐറ്റംസ്. അത് നിലവില് ഞാൻ ആദ്യം ഇവിടെ വരുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു 30 പീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതിപ്പോ ഒരു 100 പീസ് വരെ ആയി. ഇപ്പൊ നമ്മൾ ഡയമണ്ട് മെമ്പർഷിപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് സാർ? ഡയമണ്ട് മെമ്പർഷിപ്പിൽ വന്നേ പിന്നാണ് എനിക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്. അതില് ഞാൻ വളരെ സന്തോഷവാനാണ്. ഇവിടെ വരുന്നതിന്റെ മുന്നേ എങ്ങനെയൊക്കെയായിരുന്നു, വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് ബിസിനസ്സിൽ ഉണ്ടായിരുന്നത്? വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞാൻ ഫാസ്റ്റ് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു 30 പീസൊക്കെ ആയിരുന്നു. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹോം ഡെലിവറി ഒക്കെ ചെയ്ത് ഇപ്പൊ ഒരു 100 പീസ് വരെ അതിന്റെ ഓർഡർ ആയിട്ടുണ്ട്. ഡെയിലി 100 പീസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഇതിൽ വന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പോ തന്നെ 1,10,000 രൂപ അതിന് ഏൺ ചെയ്തു. അതായത് ഇവിടെ വരുന്നതിന്റെ മുന്നേ ഒരു വർഷം എങ്ങനെയായിരുന്നു ടേൺ ഓവർ, വന്നതിന് ശേഷം ടേൺ ഓവർ എങ്ങനെയായിരുന്നു? ടേൺ ഓവർ നോക്കി കഴിഞ്ഞാൽ ഡെയിലി ഒരു 4,000 ആയിരുന്നു ടേൺ ഓവർ. അതിപ്പോ ഒരു 50,000 ആയിട്ടുണ്ട്. 15,000, അതായത് ഒരു 5 ഇരട്ടി അങ്ങ് ഉയർച്ച വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. നമ്മുടെ കോച്ചിങ്ങിന്റെ ഈ ഒരു സാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വേറെ ഈ ഒരു കോച്ചിങ്ങിനൊക്കെ കുറിച്ചും? സാറിന്റെ എല്ലാ കോച്ചിങ്ങും വളരെ ഇതാണ്. സാറിന് കൂടെ വന്നതിന് അങ്ങനെ ഒരു ആളെ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളോട് പ്രിഫർ ചെയ്തിട്ടുണ്ട് ഈ കോഴ്സും. ഞാനിതിന്റെ ഇതെല്ലാം കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എല്ലാവരും. അവർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മളുടെ ഒരു ഹോൾ ഓഫ് ഫെയിം അവാർഡ് വിന്നറും കൂടിയാണ് അല്ലേ? എന്തായാലും 1 lakh കഴിഞ്ഞു. അപ്പൊ ഇനി എന്തായാലും 1 crore എത്താൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൊക്കെയാണ് അതിനുള്ള ഭയങ്കര കഠിന പരിശ്രമത്തിന്. അപ്പൊ അത് എന്തായാലും വാങ്ങും അല്ലേ? യെസ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അവർക്കും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവരുടെ ബിസിനസ് വളർത്താൻ അവർക്ക് സാധിക്കും. സാധാരണ ഒരു ബേക്കറി ആയിരുന്നു അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് പോലും കഴിയുമെങ്കിൽ ബാക്കി എല്ലാവർക്കും കഴിയുക. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.